الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وهو القاهر فوق عباده ويرسل عليكم حفظا حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അറിഞ്ഞു മനസ്സിലാക്കി അവന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയുള്ള ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങളും ടെൻഷനും ഇല്ലാതെ ജീവിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കിട്ടിയതിൽ സംതൃപ്തി അടഞ്ഞു നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചും മനസമാധാനം കിട്ടിയാൽ മതി, കൂടുതലൊന്നുമില്ലെങ്കിലും എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരു നല്ല സമാധാനപൂർണമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. ഈ ഒരു ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നും നമ്മളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന സേഫ്റ്റി പിന്നിന് പോലും, മുട്ടുസൂചിക്ക് പോലും അതിൻ്റെ ഗ്യാരണ്ടി നൽകുന്നു കമ്പനി. പക്ഷേ ഈ കമ്പനികളുടെ എല്ലാം ഉടമകളായ ഈ ഭൂമിയിലെ അധിപനായ മനുഷ്യന് ഒരു ഗ്യാരണ്ടിയുമില്ലെന്നും ഏത് നിമിഷവും ഇല്ലാതെയാവാനോ
എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് ജീവിക്കാനോ സാധ്യതയുണ്ടെന്നുമുള്ള ഒരു തിരിച്ചറിവും നമുക്ക് ചുറ്റുഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ അറിയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഗുണപാഠങ്ങളാവണം. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിർഭയത്വമുണ്ടോ? നിങ്ങൾ നിർഭയന്മാരാണോ? അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ അൻ യഅതിയഹും ബഅസുനാ വഹും നായിമൂൻ. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ആ വചനം. ഏതൊരു നാട്ടുകാരും അവരുടെ നിർഭയത്വവും സുഖജീവിതവും ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുകയില്ല എന്ന നിർഭയത്വം ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും രാജ്യക്കാർക്കുണ്ടോ? അതല്ല, ഒരു പട്ടാപ്പകൽ നമ്മൾ സന്തോഷത്തോടുകൂടി കണ്ടും കേട്ടും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്തോഷം അവസാനിക്കുകയില്ല എന്ന നിർഭയത്വം ആർക്കെങ്കിലും ഉണ്ടോ? ആരും അങ്ങനെ നിർഭയരാവരുത് എന്നാണ് സൂറത്തു അഅറാഫ് നമ്മളിൽ അല്ലാഹു സൂറത്തു അഅറാഫിൽ നമുക്ക് നൽകുന്ന പാഠം. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല, കാണപ്പെട്ട രോഗങ്ങളില്ല, മറ്റു ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊന്നുമില്ല എന്നൊക്കെയാണെങ്കിലും ഒരു ദുരന്തവും നമുക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ജീവിതത്തിൽ ചില നിർഭയത്വത്തിൽ ജീവിച്ചാൽ പോരാ, ചിലതൊക്കെ പേടിക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് തന്റെ അടിമകളുടെ മുകളിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്നത്. അല്ലാഹു അവന്റെ കാവൽക്കാരായ മലക്കുകളെ നിങ്ങളിലേക്ക് അയക്കും. നിങ്ങളുടെ ജീവിതത്തെ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവരെ അയച്ച് ജീവിതം അവസാനിപ്പിക്കും. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, മരണസമയം എത്തിക്കഴിഞ്ഞാൽ തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിത്തൂൻ, നമ്മളയച്ച ദൂതന്മാരെ അവരെ പിടിച്ചുകൊണ്ടുപോകും. അവരുടെ ആത്മാക്കൾ അവർ അതിൽ അല്പം പോലും വീഴ്ച വരുത്തുകയില്ല. സഹോദരന്മാരെ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയ മക്കളെ കൂട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഉമ്മമാരെ, ഉപ്പയെ പരിചരിച്ച് കിടന്നുറങ്ങിയ മക്കള്, സഹോദരന്മാരും കുട്ടികളും കളിച്ച് വർത്തമാനം പറഞ്ഞ് ഉറക്കച്ചടവിലേക്ക് നീങ്ങി തിരിഞ്ഞു കിടന്ന നമ്മുടെയൊക്കെ അനുജന്മാരും അനുജത്തികളുമെല്ലാം അല്ലാഹു റോഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുകളെ ഇറക്കിയപ്പോൾ അതവർ പിടിച്ചുകൊണ്ടുപോയി. ചില റൂഹുകളെ, ശരീരങ്ങളെ നമ്മളെ കയ്യിൽ തന്നു, ചിലതിന് തന്നില്ല. ചില ശരീരങ്ങളുടെ മാറ്റം വന്ന അവയവങ്ങൾ മാത്രം നമ്മൾ കണ്ടു. അത് നമ്മുടെ അനുജന്റേതാണോ, ജ്യേഷ്ഠന്റേതാണോ, ഉമ്മയുടേതാണോ, ഉപ്പയുടേതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം. അതാണ് ജീവിതം, ഒരു ഗ്യാരണ്ടിയില്ലാത്ത ജീവിതം. അല്ലാഹുവാണ് പറയുന്നത്, നിങ്ങളെ എപ്പോഴും നമ്മുടെ മലക്കുകൾ അള്ളാഹുവിന്റെ തീരുമാനം വരുമ്പോൾ പിടിച്ചു കൊണ്ടുപോകും എന്ന് കരുതി പേടിച്ചും വരണ്ടും ഇരിക്കാനല്ല, നമ്മളുടെ ബാധ്യതയിലേക്ക് മടങ്ങണം എന്ന് പറയാനാണ് അള്ളാഹു ഇത് പറയുന്നത്. സുമർദൂ ഇലല്ലാഹി മൗലാഹുൽ ഹഖ്, അവരുടെ യഥാർത്ഥ യജമാനനായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും അവർ. അലാ ലഹുൽ ഹുക്മു, അറിയുക അവന്റെ കയ്യിലാണ് പരമാധികാരം. അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരം. നമ്മൾക്കൊന്നുമില്ല. നമ്മൾ തീരുമാനിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ പ്ലാൻ ചെയ്യുന്നതോ അല്ല കാര്യങ്ങളൊക്കെ.
വഹുവ അസ്റഉൽ ഹസിബീൻ, അവൻ ഇത്രയും വേഗം മനുഷ്യനെ വിചാരണ ചെയ്യുന്നവനാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ജീവിതം കഴിച്ചു കൂട്ടേണ്ടത്? ഒരു ഗ്യാരണ്ടിയുമില്ലാതെ ഏത് നിമിഷവും നശിച്ചേക്കാവുന്ന, ഇല്ലാതെയായേക്കാവുന്ന ഈ ജീവിതം നമ്മളെങ്ങനെയാണ് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കഴിച്ചു കൂട്ടേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പള്ളിയിൽ ഇരുന്നിട്ട് സഹാബിമാരോട് പറഞ്ഞു, ആളുകൾ ഒന്നും വരി, നിങ്ങളൊന്നും വന്നിരിക്കില്ല മുമ്പേ. തിരിഞ്ഞു പോകുന്ന സഹാബിമാരെ വിളിച്ചു പോവുകയാണ്, ഹലുമു ഇലയ്യ, ഒന്നുകൊണ്ട് വരി. അവരെല്ലാവരും കൂടി പ്രവാചകൻ വിളിച്ചയിടത്തേക്ക് ചെന്നു. ഫജലസു, അങ്ങനെ നബിയുടെ മുമ്പിൽ പോയി ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ദൂതനാണ് ഞാൻ, ദൂതനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതനാണ്, വെറും ഒരു മുഹമ്മദ് അല്ല, അള്ളാഹുവിന്റെ ദൂതനാണ് നിങ്ങളെ വിളിച്ചത്. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ. ഇന്ന ജിബ്രീല നഫസ ഫീ റൂഇ, ജിബ്രീൽ വന്ന് എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്റെ ഹൃദയത്തിലേക്ക് ചില കാര്യങ്ങൾ വഹിയായി നൽകിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. എന്താണത്? ഇന്നഹു ലാ തമൂതു നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖ അല്ലാഹ് വഇൻ അബ്തഅ അലൈഹാ, ആരും മരിച്ചു പോവുകയില്ല അള്ളാഹു തീരുമാനിച്ച റിസ്ഖ് പൂർണ്ണമായി അവർക്ക് കൊടുത്തിട്ടല്ലാതെ. അത് കുറച്ച് സമയം കഴിയും ചിലവർക്ക് റിസ്ക് കിട്ടാൻ. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും തൊഴിലില്ലായ്മയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ടാകും. കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും അള്ളാഹ് റിസ്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ അനുഭവങ്ങൾ. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചിരുന്ന എത്രയോ പേർ കഷ്ടപ്പെട്ട അവസാനം കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് തീർന്ന് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ അന്നം കിട്ടുന്ന ഒരവസ്ഥയിലേക്കെങ്കിലും എത്തിയ ഒരുപാട് ആളുകളുണ്ടല്ലോ. നമുക്കൊക്കെ അനുഭവം. അത് കുറച്ച് കഴിഞ്ഞാലും റിസ്ക് തരും. എന്നാലും ആ റിസ്ക് കഴിയുന്നതിന്റെ ഇടക്ക് തന്നെ അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് അവസാനിപ്പിക്കും. അത് ജിബ്രീൽ പറഞ്ഞു കൊടുത്തതാണ്. ഗൾഫിൽ നിന്ന് വന്ന മരിച്ചുപോയവരുടെ അവകാശികൾ പറയാണ്, ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു, ഉപ്പാനെ ഹജ്ജിന് കൊണ്ടുപോകണമെന്നാ വിചാരിച്ചിരുന്നത്, വീടൊന്ന് മാറ്റിയുണ്ടാക്കണം. എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഞങ്ങളെ വളർത്തിയത് വളരെ ദാരിദ്ര്യത്തിലാണ്, കഷ്ടപ്പെട്ട് തോട്ടത്തിൽ പണിയെടുത്ത് വളർത്തിയതാണ്. ഓൽക്കൊക്കെ ഒന്ന് നന്നായി ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങളൊക്കെ ഗൾഫിൽ പോയത്. ഇവിടെ വന്നു നോക്കുമ്പോ ആരുമില്ല എന്ന് വിലപിക്കുന്ന സഹോദരന്മാരെ അവിടെ നമ്മൾ കണ്ടു. എന്തേ കാരണം? ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റിസ്ക്കിന് വേണ്ടി മക്കളെ വളർത്തിയ ആ ഉപ്പായുടെയും ഉമ്മയുടെയും റിസ്ക് അല്ലാഹു തആല അതോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ ദാരിദ്ര്യത്തോടു കൂടി തന്നെ മരിച്ചു പോകണമെന്നാണ് അല്ലാഹു തആല തീരുമാനിച്ചത്. ആ റിസ്ക് അവസാനിച്ചപ്പോ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോയി. ചില ആളുകൾക്ക് റിസ്ക് അവസാനിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അല്ലാഹു തആല നമ്മളെയൊക്കെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഫത്തഖുല്ലാഹ്, നബി പറഞ്ഞു, അതുകൊണ്ട് ജനങ്ങളെ ഇത്തഖുല്ലാഹ വഅജ്മിലൂ ഫി തലബ്, സൂക്ഷിച്ച് ജീവിക്കണം അല്ലാഹുവിനെ. വഅജ്മിലൂ ഫി തലബ്, റിസ്ക് നിങ്ങൾ അല്ലാഹുവിനോട് തേടുമ്പോ അത് പണിയെടുത്തിട്ടോ മറ്റു ജോലികൾ ചെയ്തിട്ടോ, നല്ല ഉയർന്ന ജോലികളോ താഴ്ന്ന ജോലികളോ കച്ചവടമോ വ്യാപാര വ്യവസായങ്ങളോ എന്തായിരുന്നാലും വഅജ്മിലൂ ഫി തലബ്, നല്ല ഭക്ഷണം നിങ്ങൾ തേടണം. പണിയെടുക്കാതെ തിന്നരുത്. ഹറാമായ മാർഗത്തിൽ നിങ്ങൾ സമ്പാദിക്കരുത്. ഒരു നിലക്കും കൊടുക്കേണ്ടത് കൊടുക്കാതെ ബാക്കി വെക്കരുത്. ദാനധർമ്മങ്ങളും സക്കാത്തും ദാനധർമ്മങ്ങളും കൊടുക്കാതെ ഇതൊക്കെ കഴിഞ്ഞു പോകും, എന്റെ റിസ്ക് മുട്ടും, എന്റെ റിസ്ക് കഴിഞ്ഞു പോകും എന്ന് പേടിച്ച് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. നല്ല നിലക്ക് റിസ്ക് നേടണം. വഅജ്മിലൂ ഫി തലബ്, റിസ്ക് തേടുന്നതിൽ നിങ്ങൾ നല്ല നിലപാട് പുലർത്തണം. വലാ യഹ്മിലന്നകും ഇസ്തിബ്താഉ റിസ്ഖി അൻ തഖുദൂഹു ബിമഅസിയത്തില്ലാ, റിസ്ക് വിചാരിച്ച പോലെ റിസ്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ല. ആവശ്യമുള്ള സമാധാനവും സമ്പത്തും ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായ മാർഗത്തിൽ സമ്പാദിക്കാനുള്ള പ്രേരണ നിങ്ങൾക്കുണ്ടാവരുത്. തരും,
അല്ലാഹു തആല വിധിച്ചതാണെങ്കിൽ, വിധിക്കാത്തതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചാലും ആ റിസ്ക് നിങ്ങൾക്ക് തരുകയുമില്ല. എന്നാലോ അല്ലാഹു തആലാനെ അനുസരിച്ച് ജീവിച്ചാൽ അല്ലാഹു അവന്റെ അടുക്കലുള്ള ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് തന്നുകൊള്ളും, പിന്നീടെങ്കിലും അല്പം വൈകിയാലും. അതുകൊണ്ട് നിങ്ങൾ അന്യായമായ മാർഗത്തിൽ റിസ്ക് തേടരുത്. റിസ്കിലൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് തിന്നാൻ അവർക്കൊന്നും സാധ്യമായില്ലല്ലോ, ആയുസ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുകയും വേണ്ട. ഇതൊക്കെ പടച്ചോന്റെ അടുത്താണ് എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കും. സഹോദരന്മാരെ, ഇതിലൊക്കെ ചില ഒരുപാട് പാഠങ്ങളുണ്ട് റസൂൽ ഈ പറഞ്ഞത്. നമ്മൾ പടച്ചോനിൽ തവക്കുലാക്കി ജീവിക്കണം. ഹറാമായ മാർഗത്തിൽ കൂടി പണിയെടുക്കാതെ തിന്നുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അന്യായമായ മാർഗത്തിൽ കൂടി ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇനി അഥവാ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കിട്ടും, അള്ളാഹുവിന്റെ ഖജനാവിലുണ്ട്. ഇനി കിട്ടിയത് ഏറെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് തിന്നു തീർക്കണം എന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ ഇവിടെ വിട്ടേച്ചുകൊണ്ട് അവർക്ക് പോകേണ്ടി വരും. നിരാശ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, പ്രതീക്ഷ വേണം. പിഴച്ചു പോയവരല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുകയില്ല എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹസനുൽ ബസരി താബിയായിരുന്ന ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു സാഹിദായി ജീവിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സുഖവും സൗകര്യമൊക്കെ ഉള്ള വലിയ ഒരാളാണ്. പക്ഷെ വളരെ വളരെ നിഷ്ഠയിലും സൂക്ഷ്മതയിലും എന്താണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? ദുനിയാവിൽ നിങ്ങളെ ഇങ്ങനെ സാഹിദായിട്ട് ജീവിക്കാൻ, അതായത് അടിച്ചു പൊളിച്ച് സുഖിച്ച് ആഹ്ലാദിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളൊരു അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു സാഹിദായിട്ട് ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, 4 കാരണങ്ങളാണുള്ളത് അങ്ങനെ ജീവിക്കാൻ. അത് നിങ്ങളും വേണം മനസ്സിലാക്കുക. എന്താണ് കാരണം? അലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി ഗൈരി ഫസ്തഗൽതു ബിഹി. എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിൽ, എന്റെ ആരോഗ്യത്തിനും എന്റെ കഴിവിനും എന്റെ അറിവിനും എന്റെ സമ്പത്തൊക്കെ അനുസരിച്ച് മരിക്കുന്നതിന് മുമ്പ് കുറെ എനിക്കിവിടെ ചെയ്യാനുണ്ട്. അത് ഞാനല്ലാതെ ചെയ്യുകയില്ല. എന്റെ കൈക്ക് ഞാനല്ലാതെ ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് പടച്ചോൻ എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കണമെന്നുള്ള ബന്ധപ്പാടാണ് എനിക്കുള്ളത്. സന്തോഷിച്ച് ചിരിക്കാനുള്ള സമയം കിട്ടാഞ്ഞിട്ടും സൗകര്യമില്ലാഞ്ഞിട്ടും അല്ല. എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഞാനേ നിർവഹിക്കാനുള്ളൂ. ഞാൻ ചെയ്യാതെ വന്നാൽ മരിച്ചു പോയിട്ട് എല്ലാരും കൂടി വട്ടം നിന്നിട്ട് എനിക്ക് അമൽ ചെയ്യാൻ പുറപ്പെട്ടാൽ നടക്കൂല. അതില്ല. മനുഷ്യന്റെ വിചാരം അതാണ്. എനിക്കെന്താ കാശും പണമൊക്കെ അല്ലേ? ഞാനാ മരിച്ചു പോയാലും എനിക്കെല്ലാരും കൂടി ദിക്റെല്ലാനും തസ്ബീഹ് എല്ലാനും ഖുർആൻ ഓതാനും കത്തോത്ത് നടത്താനൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതി. അങ്ങനെയല്ല. എന്റെ അമല്, എന്നോട് കൽപ്പിച്ച അമല് ഞാനല്ലാതെ വേറൊരാളും ഈ ദുനിയാവിൽ ചെയ്യില്ല. എന്റെ വാപ്പ ചെയ്യില്ല, എന്റെ മക്കൾ ചെയ്യില്ല, നാട്ടുകാർ ചെയ്യില്ല, അവർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഫസ്തഗൽതു ബിഹി, എന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ മുഴുകിയിരിക്കുന്നു. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രണ്ടാമതായി അലിംതു അന്ന റിസ്ഖി ലാ യദ്ഹബു ഇലാ ഗൈരി ഫത്മഅന്ന ഖൽബി. രണ്ടാമതായി ഞാൻ വിചാരിച്ചത്, എനിക്ക് അല്ലാഹു തആല നിശ്ചയിച്ച റിസ്ഖ് അത് വേറൊരാൾ കൊണ്ടുപോകില്ല. എന്റെ കച്ചവടം വേറൊരാൾക്ക് പോകില്ല. എന്റെ ലാഭം വേറൊരാൾ കൊണ്ടുപോകില്ല. എന്റെ സാമ്പത്തികമായ ആ വരുമാന മാർഗം വേറൊരാൾക്ക് കിട്ടൂല. പഠിച്ചോ എനിക്ക് തരുള്ളൂ. വിരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുള്ളൂ എന്റെ റിസ്ക്. ഫത്മഅന്ന ഖൽബി. അതുകൊണ്ട് അത് വേറെ ആരും എടുക്കൂലാതെ എനിക്ക് പഠിച്ചോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. അതിനുവേണ്ടി ഹറാമായ മാർഗത്തിൽ കൂടി വേറെ ആർക്കെങ്കിലും അത് എന്നെക്കാളും കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ പിന്നാലെ പോകുന്നില്ല. മൂന്നാമതായി എനിക്ക് ഉറപ്പാണ് എന്നെ അല്ലാഹു തആല കൃത്യമായി കാണുന്നുണ്ട്. എന്റെ രഹസ്യവും പരസ്യവുമായ ജീവിതം അല്ലാഹു തആല നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ട്
അള്ളാഹുവിന്റെ കൺമുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതോ ചെയ്യുന്നതോ എനിക്ക് ലജ്ജയാണ്. പടച്ചവന്റെ കൽപ്പനക്കെതിരായി ചെയ്യുന്നത് ഞാൻ ലജ്ജിക്കുന്ന, അങ്ങനെ നോക്കി നിൽക്കുന്ന, എനിക്ക് ഹയാത്തും മൗത്തും റിസ്കും തന്ന പടച്ചവൻ എന്നെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ പടച്ചവന്റെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യും? അതുകൊണ്ട് എനിക്ക് അനാവശ്യമായ കാര്യത്തിലേക്ക് ഞാൻ പോകാറില്ല. പിന്നെ അദ്ദേഹം മറ്റൊന്നുകൂടി ഞാൻ തിരിച്ചറിഞ്ഞു, മരണം എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെങ്കിലും, എത്ര നിരപ്പിലും എത്ര സുഖത്തിലും എത്ര സെക്യൂരിറ്റിക്കാർ കാവൽ നിൽക്കുന്ന കൊട്ടാരത്തിന്റെ ഉള്ളിലാണെങ്കിലും അന്നൽ മൗത യന്തദുറുനി, മരണം എന്നെ കാത്തിരിക്കുന്നു. എനിക്ക് മരിച്ചു ചെന്നാൽ പിന്നെ കണ്ടുമുട്ടാനുള്ളത് എന്റെ പാർട്ടിക്കാരെയല്ല, എന്റെ കുടുംബങ്ങളെയല്ല, എന്റെ നാട്ടിൽ എന്റെ പിന്നാലെ സഹകരിക്കാൻ വരുന്ന, സഹായിക്കാൻ വരുന്ന, പിന്തുണക്കുന്ന ആരെയുമല്ല, പടച്ച തമ്പുരാനെയാണ് മരിച്ചു ചെന്നാൽ ഞാൻ ഒറ്റക്ക് കണ്ടുമുട്ടേണ്ടത്. ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അതിനാവശ്യമായ വിഭവങ്ങൾ എന്റെ കർമ്മങ്ങളിൽ കൂടി, എന്റെ പ്രവർത്തനങ്ങളിൽ കൂടി ഞാൻ ഒരുക്കി വെക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ഒരു ശക്തനായ വിശ്വാസിയാവണം നമ്മൾ. എന്താണ് ശക്തനായ വിശ്വാസി? തടിവെടുക്കുള്ള നല്ല മസിൽ പവറുള്ള വിശ്വാസി എന്നല്ല. ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും എന്റെ റബ്ബിൽ ബലമേൽപ്പിച്ചുകൊണ്ട് കരുത്തനായി പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന മുഅ്മിൻ. വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ദുർബലനേക്കാളും ഒരു ചെറിയ നേട്ടം കാണുമ്പോ, ഒരു ചെറിയ സന്തോഷം കാണുമ്പോ പടച്ചോനെ മറന്ന് എനിക്ക് ഞാനും കുട്ടികളും മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ദുർബലതയല്ല അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. നീ മനസ്സിലാക്കണം, അന്നമാ അസാബക ലം യകുൻ ലി ഉഖ്തിഅക. നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, ശാരീരികമോ സാമ്പത്തികമോ സാമൂഹ്യമോ ആയ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പടച്ചവന്റെ തീരുമാനമാണ്. അത് നിന്നിൽ നിന്ന് വേറൊരാൾക്ക് ഉന്നം പഴിച്ച് പോകുകയില്ല. അത് നിനക്ക് തന്നെ വരൂ എന്ന് നീ തിരിച്ചറിയണം. നിനക്ക് വരാത്ത വെള്ളപ്പൊക്കം നമുക്ക് വന്നില്ലോ. നമ്മളെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മളൊക്കെ കുന്നിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതമല്ല നമ്മുടേത്. റസൂൽ പറയാണ്, നിനക്ക് വരാത്ത കാര്യം അത് നിനക്ക് വരുമെന്ന് അള്ളാഹു വിചാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മിടുക്കും നമ്മുടെ പ്ലാനുമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ഈ തരത്തിലുള്ള ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കുകയും ജീവിതത്തിൽ എല്ലാ മനസ്സമാധാനത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നുമെല്ലാം മുക്തമായി അള്ളാഹു മുകളിലുണ്ട്, ഞാൻ അവൻ പറഞ്ഞത് കേട്ട് താഴെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, അവൻ എന്നെ കാത്തുകൊള്ളുമെന്നുള്ള സമാധാനത്തിൽ ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അപ്പൊ ആ ഒരു മനസമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി എടുക്കുകയും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയുമേ മാർഗമുള്ളൂ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി الذي هو عصمة أمري واصلح لي دنياي التي فيها معاشي واصلح لي آخرتي التي إليها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. പഠിച്ചവനെ, നല്ല ഒരു ദീനി ജീവിതം ജീവിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണം. നല്ല ഒരു ദുനിയാവ് എനിക്ക് നീ തരണം. നല്ല ആഖിറത്തും തരണം. ജീവിക്കുന്ന കാലം അത്രയും നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം. പിന്നെ അഥവാ മരണമാണെങ്കിൽ നല്ലൊരു മരണം തരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് മനുഷ്യന്മാർ കണക്ക് പറഞ്ഞാൽ 400 ചില്ലാനം, ഒരുപക്ഷെ ഏറെ ഉണ്ടാവാം. 100 കണക്കിന് വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്. അവരെങ്ങാനും തലേന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ
അവർ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മളോടൊക്കെ കിടന്നുറങ്ങുമ്പോ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്താ? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു, നിന്റെ നാമത്തോടു കൂടിയാണ് റബ്ബേ ഞാൻ ഈ കിടക്കുന്നത്, നിന്റെ നാമത്തിലാണ്, ബിസ്മിൻ ചൊല്ലിയാണ് ഞാൻ എന്റെ ശരീരം എന്റെ പായയിലേക്ക്, ബെഡിലേക്ക്, കിടക്കയിലേക്ക് വെക്കുന്നത്. നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഞാനിനി എഴുന്നേൽക്കുന്നതും എന്റെ ഈ കിടപ്പറയിൽ നിന്ന്. ഈ ഒരു കിടക്കുന്ന കിടപ്പറയിൽ വെച്ചാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഉണരുന്നതിന് മുമ്പ് നീ എന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോവുകയാണെങ്കിൽ എന്റെ ആത്മാവിനോട് നീ കരുണ ചെയ്യണമേ. ആ എന്റെ ആത്മാവിനെ നാളെ പുലർച്ചയ്ക്ക് ശേഷം നേരം കൊടുത്തിട്ട് ഇനിയും ജീവിക്കാൻ വേണ്ടി അയച്ചു വിടുകയാണെങ്കിൽ നല്ല മനുഷ്യന്മാരെ നീ സംരക്ഷിക്കുന്ന പോലെ നിന്റെ സംരക്ഷണയിൽ ജീവിതം നൽകണമേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി എന്നും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ രാത്രി കിടന്നുറങ്ങിയ ഉപ്പയും മക്കളും കുടുംബങ്ങളും സന്തോഷത്തോടുകൂടി ഉള്ളത് ചെന്ന് കിടന്നുറങ്ങിയവർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഉറക്കത്തോടുകൂടി ഞങ്ങളുടെ ആത്മാവിനെ നീ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൈ അവിടെ കിട്ടി, കാലിവിടെ കിട്ടി, തലയെ കിട്ടിയുള്ളൂ, ശരീരത്തിന്റെ താഴ്ഭാഗത്തേ കിട്ടിയുള്ളൂ, ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ, അതൊന്നും പ്രശ്നമല്ല. പഠിച്ചവന് ഈ ഉറക്കത്തോടുകൂടി ഞങ്ങളെ നീ പിടിച്ചു കൊണ്ടുപോയാൽ കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യമായ ആ ഒരു നല്ല മനസ്സോടുകൂടിയാണ് കിടന്നുറങ്ങിയതെങ്കിൽ എന്തൊരു സമാധാനമാണ് അവരുടെ ജീവിതത്തിന്. തൽക്കാലം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലെ ചിത്രം കണ്ട് ദുഃഖിക്കുമെങ്കിലും അവരുടെ ആത്മാവ് സ്വർഗത്തിലാണ്. വിശ്വാസികളാണെങ്കിൽ അതല്ല, ടിവിയും കണ്ടറിയാതെ ഉറക്കത്തിലാണ് പോയതെങ്കിൽ, വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടിട്ടാണ് പോയതെങ്കിൽ, പഠിച്ചവനെ ഓർക്കാതെ ബിസ്മി ചൊല്ലാതെയാണ് മരിച്ചതെങ്കിൽ അറിഞ്ഞുകൂടാ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ പര്യവസാനം ഒരു കരുണയോടുകൂടി മരിക്കുന്ന പര്യവസാനമാവാൻ ഉള്ള ജീവിതത്തിൽ പഠിച്ചവനെ ഓർത്തുകൊണ്ട് ഫർളും സുന്നത്തുമായ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഒരു ബോധത്തോടുകൂടി ജീവിക്കുക എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ സർവശക്തൻ നമുക്കെല്ലാം അനുഗ്രഹം നൽകുമാറാവട്ടെ. ഒരു നല്ല മനസ്സ്, തഖ്വയുടെയും ഭക്തിയുടെയും ഒരു നല്ല മനസ്സ് നമുക്കത് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ തിരുത്താനും നല്ലതിൽ ഉൾക്കൊള്ളാനും നല്ല മനുഷ്യരോടൊപ്പം ജീവിക്കാനും നന്മക്ക് വേണ്ടി സഹകരിക്കാനും സഹായിക്കാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ച പള്ളി ഫണ്ടിന് സഹായിക്കേണ്ട ദിവസമാണ്. നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ രോഗികളായി കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അതുപോലെ നമ്മളോട് ആരോടും വസിയത്ത് ചെയ്യാനില്ലാതെ രോഗത്തിലും കഷ്ടപ്പാടിലും ദുരിതങ്ങളിലുമായി കിടക്കുന്ന മനുഷ്യന്മാരുടെ ലോകത്തിന്റെ പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗികൾക്ക് ശമനവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് ഈമാനും ഇഖ്ലാസും നൽകി അവരുടെ ഖബർ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. നമുക്കെല്ലാം അല്ലാഹു തആല ആഫിയത്തും നന്മയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.